കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാവിലെയും യേശുവിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ മുഴുമാനവും മഹത്വവും യേശു രാജാവിന് അർപ്പിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിൽ കൂടെ സന്തോഷിക്കുവാനും ദൈവവചനത്തിലെ ആനന്ദം അനുഭവിപ്പാനും ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. ഓരോ ദിവസവും പരിശുദ്ധ ആത്മാവ് നമ്മെ നടത്തുന്ന ശ്രേഷ്ഠകരമായ ദൈവത്തിൻ്റെ കരുതലിനായി ഞാൻ ദൈവത്തിന് മുഴുമാനവും മഹത്വവും അർപ്പിക്കുന്നു. നമുക്ക് ആഹാരവും വസ്ത്രവും സന്തോഷവും സമാധാനവും യേശുവിൻ്റെ പക്കൽ നിന്ന് ലഭിക്കുവാൻ നമ്മെ യോഗ്യരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്. ഈ 2026 ദൈവം നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു വന്ന ആ വിഷയത്തിൽ നിന്നുകൊണ്ട് അടുത്ത ഭാഗം ചിന്തിക്കുവാനാണ് ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിന്നാണല്ലോ. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക, തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത്, യേശുവിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് വെച്ച ഭാഗം. വാക്യം ഇതാണ്. ഈ വാക്യത്തിൽ അപമാനം അലക്ഷ്യമാക്കിയ യേശുവിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഏത് പ്രതിസന്ധികൾക്കകത്തും ഏത് പ്രതികൂലങ്ങൾക്കകത്തും യേശുവിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ നാം പ്രതികൂലങ്ങൾക്ക് മീതെ, പ്രതിസന്ധികൾക്ക് മീതെ ജയം ഉൾക്കൊള്ളുവാൻ, ജയം പ്രാപിക്കുവാൻ ദൈവം നമുക്ക് അവസരവും വിടുതലും നൽകും എന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല. തീർച്ചയായും ദൈവം നിങ്ങളെ ഈ വചനത്തിൽ കൂടെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് അപമാനം സഹിച്ച യേശു. ആ അപമാനത്തെ യേശു കാര്യമാക്കിയില്ല, ആ അപമാനത്തെ യേശു സഹിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അത് അലക്ഷ്യമാക്കി കളഞ്ഞു, നിസാരവൽക്കരിക്കപ്പെട്ടു. അത് വലിയ കാര്യമായി യേശു കൊണ്ടുപോയില്ല എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഇന്ന് ഈ വാക്യത്തിന്റെ അടുത്ത ഒരു പോയിന്റിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് രാവിലെ തിരിക്കുകയാണ്. അടുത്ത പോയിന്റ് ക്രൂശിനെ സഹിക്കുകയും എന്നാണ്. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ ക്രൂശിനെ സഹിച്ച ക്രിസ്തു, ക്രൂശിൽ കയറിയ ക്രിസ്തു, ക്രൂശിനെ അനുഭവിച്ച ക്രിസ്തു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ നമുക്ക് ഒരു പ്രത്യാശയും നമുക്ക് ഒരു ഉയർച്ചയും ഇല്ല. അത് വാസ്തവമായ ഒരു കാര്യം. കാരണം യേശു ക്രൂശിൽ മരിച്ചത് കൊണ്ടാണല്ലോ നാം സന്തോഷത്തോടും സമാധാനത്തോടും ദൈവകൃപയോടും കൂടെ ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഈ നൂറ്റാണ്ടിൽ, ഈ 2026 ഈ ജനുവരി മാസത്തിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നതും സന്തോഷത്തോടെ ഇരിക്കുന്നതും സമാധാനത്തോടെ ഇരിക്കുന്നതും നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ അല്ല. യേശു കർത്താവ് 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ 3 ആണികളുമേൽ തൂങ്ങപ്പെട്ട് ക്രൂശിൽ കിടന്നതുകൊണ്ട് മാത്രമാണ്. ഇവിടെ ലേഖനകർത്താവ് പറയുകയാണ്, ക്രൂശിനെ യേശു എന്ത് ചെയ്തു? സഹിച്ചു. അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ക്രൂശ് എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ക്രൂശ് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കഷ്ടതയെ കാണിക്കുന്നതാണ് ക്രൂശ്. അപ്പോൾ തന്നെ റോമ ഭരണകാലത്ത് ഏറ്റവും ക്രൂരമായ വധശിക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ക്രൂശ് എന്ന് പറയുന്നത്. രണ്ടാമത്, ക്രൂശ് എന്ന് പറയുന്നത്
മരണം സാവധാനമായിരിക്കും എന്ന് പറഞ്ഞാൽ ക്രൂശിൽ കിടക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മരിക്കുകയില്ല. സാവകാശം ക്രൂശിൽ കിടന്ന് മരിക്കും. പക്ഷേ അതികഠിനമായ അങ്ങേയറ്റം വേദന ഉളവാക്കുന്ന, ശരീരം മുഴുവനും വേദനിച്ച് അവസ്ഥയാണ് ക്രൂശിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ സാഹചര്യം. അപ്പം മരണം പെട്ടെന്നില്ല. കുറേ മണിക്കൂറുകളും ദിവസങ്ങളോളം, ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് കുറഞ്ഞത് 7 ദിവസമെങ്കിലും മരിക്കാതെ ക്രൂശിൽ കിടക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ അതികഠിനമായ വേദനയായിരിക്കും. അപ്പൊ ക്രൂശ് എന്ന് പറയുന്നത് കഷ്ടതയാണെങ്കിൽ, റോമാക്കാര് കൊടുക്കുന്ന അതിക്രൂരമായ അങ്ങേയറ്റത്തെ ഒരു ആയുധമാണ് ക്രൂശെങ്കിൽ, മരിക്കാതെ കിടന്ന് വേദന സഹിക്കുന്ന സ്ഥലമാണ് ക്രൂശ്. അടുത്തത് എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞത്, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ ഗലാത്യ ലേഖനത്തിന്റെ വാക്യമാണ്. അപ്പൊ ക്രൂശിൽ കയറുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അപ്പൊ ഈ ക്രൂശിനെ യേശു എന്ത് ചെയ്തു? സഹിച്ചു. യേശു സഹിച്ച ക്രൂശിനെ നമുക്ക് ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായൊരു കാര്യമാണ്. യേശു ഈ ക്രൂശിനെ സഹിച്ചത്, വേദന അനുഭവിച്ചത്, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടിരുന്ന് പറയുമ്പോൾ ശാപം ഏറ്റുവാങ്ങി സ്വന്തം തോളി വഹിച്ചുകൊണ്ട് ഈ ക്രൂശിൽ കയറിയത്, റോമാ പടയാളികൾ കൊടുത്ത ഈ ക്രൂശിൽ യേശു മരിച്ചത് എന്തിനാണ് യേശു ഇത് സഹിച്ചത്, എന്തിനാണ് എന്നതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഈ ഇസ്രായേൽ മക്കളുടെ കാലത്ത്, അതായത് ഇസ്രായേൽ മക്കൾ പഴയ നിയമകാലത്ത് അവരുടെ പാപം പരിഹരിക്കപ്പെടാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത് ആടിനെയാണ്, ആട്ടിൻകുട്ടിയാണ്. മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഒരാടിനെ കൊടുക്കും. ഈ പുരോഹിതൻ ഈ ആടിനെ ഒന്ന് നോക്കിയിട്ട് ഊനമൊന്നുമില്ല എന്ന് കണ്ടിട്ട്, ചുണങ്ങ് വരാത്തതും കുളം പൊടിയാത്തതും കണ്ണു പൊട്ടാത്തതും രോമം പൊഴിയാത്തതും വട്ടച്ചൊറിയില്ലാത്തതുമായ ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയാണ് ആ ആടെങ്കിൽ, അതിൻ്റെ തലയിൽ ഈ പുരോഹിതൻ ആടുമായി വന്നവന്റെ പാപങ്ങളെല്ലാം പറഞ്ഞ് കൈവച്ച് ഈ പുരോഹിതൻ ആടിൻ്റെ മേൽ വയ്ക്കും. ഇങ്ങനെ പാപങ്ങൾ, ജനത്തിന്റെ പാപങ്ങൾ ഒക്കെയും ആടിൻ്റെ മേൽ വെച്ചിട്ട് ഈ ആടിനെ മരുഭൂമിയിലേക്ക് അഴിച്ചുവിടുമ്പോൾ ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ആ ആട് ജനത്തിന്റെ പാപം ചുമന്നുകൊണ്ട് പോകുമെന്നാണ് സങ്കല്പിക്കുന്നത്. അങ്ങനെ പഴയ നിയമത്തിൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരുഭൂമിയിലേക്ക് അഴിച്ചുവിട്ട ആട് പോകുമ്പോൾ, ആ ആടിന്റെ പോക്ക് കാണുമ്പോൾ ആമേൻ പറയുന്നൊരു പദമാണ്, എൻ്റെ പാപം വഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പാപം വഹിച്ചുകൊണ്ട് ആ ആട് പോവുകയാണ്. അതേ അർത്ഥത്തിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പഴയ നിയമത്തിന് ന്യായപ്രമാണ യുഗത്തിൽ ഒരു മനുഷ്യന്റെ പാപം ചുമക്കുവാൻ ഒരു ആട്ടിൻകുട്ടി ആവശ്യമായിരുന്നെങ്കിൽ, കൃപായുഗത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിൽ വരുമ്പോൾ, ഈ മനുഷ്യന്റെ പാപങ്ങൾ എന്നേക്കും ചുമക്കുവാൻ സാക്ഷാൽ ദൈവപുത്രനായ ആട്ടിൻകുട്ടി അറുക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ കുഞ്ഞാട് യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, അറുക്കാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്രിക്കുന്നതിനിടയിൽ മിണ്ടാതിരിക്കുന്ന ആടുകളെ പോലെ തന്നെ ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് ക്രൂശിൽ മരിച്ചത്? എന്തിനാണ് ക്രൂശിൽ യാഗമായത്? എന്തിനാണ് താൻ ക്രൂശ് ചുമന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ 1:29 പറയുകയാ, ലോകത്തിന്റെ പാപം ചുമക്കാൻ വേണ്ടിയാണ്. ഈ ലോകം പാപത്തിലാ പ്രിയരെ. തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം ആദം ഹവ്വ ദമ്പതികൾ ഭക്ഷിച്ചപ്പോൾ ഈ ഭൂമിയിൽ പാപം കുടിയേറി. അങ്ങനെ പാപസംബന്ധമായി മരണം ഈ ഭൂമിയിൽ വന്നു. ഈ ഭൂമിയെ ശപിച്ചു കളഞ്ഞു, വാക്കുകൊണ്ട് ശപിച്ചു. യഹോവയായ ദൈവം ഭൂമിയെ നോക്കി ശപിച്ചു. മുള്ളും പറക്കാരെയും ഉണ്ടായി. പാമ്പിനെ നോക്കി ശപിച്ചു. പാമ്പ് നിലത്തെ പൊടി തിന്നുവാനും ഉരസി ഗമിച്ച് നടക്കുവാനും തയ്യാറായി.
സ്ത്രീയെ നോക്കി ശപിച്ചു, നീ വേദനയോടുകൂടെ മക്കളെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. പുരുഷനെ നോക്കി ശപിച്ചു, നീ കഠിനാധ്വാനം ചെയ്യും, വേർപ്പൊഴുക്കി നീ അപ്പം ഭക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പാപം ചെയ്ത ദമ്പതികൾ നിമിത്തം പാപത്തിന്റെ ശമ്പളം മരണം ഈ ഭൂമിയിലേക്ക് കയറി വന്നപ്പോൾ ആ മരണം നിത്യനരകത്തിലേക്ക് ആ ജനം കടന്നു പോകും എന്ന് കണ്ടിട്ട് ദൈവത്തിൽ നിന്നും അല്ലെങ്കിൽ സൃഷ്ടാവിൽ നിന്നും അകന്നുപോയ ജനത്തെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ യേശു കർത്താവ് ഈ ഭൂമിയിൽ കയറി വന്ന് കന്യകയിൽ ജനനമെടുത്ത് 30 വർഷം മാതാപിതാക്കൾ കീഴ്പ്പെട്ടിരുന്ന 30ാമത്തെ വർഷം ശുശ്രൂഷ ആരംഭിച്ചു. യോർദാനിൽ സ്നാനമേറ്റതിന് ശേഷം 30 വർഷം മുതൽ 33.5 വർഷം, അതായത് 3.5 വർഷം പാലസ്തീന്റെ മണ്ണുകളിൽ കർത്താവ് തന്റെ ദൈവരാജ്യത്തെ സ്ഥാപിക്കേണ്ടതിന് അനേകരെ സൗഖ്യമാക്കി, അനേകരെ വിടുവിച്ച്, മരിച്ചവരെ ഉയർപ്പിച്ച്, നിത്യതയെക്കുറിച്ചുള്ള ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കർത്താവ് മുമ്പോട്ട് പോകുമ്പോൾ യേശു കർത്താവ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ആട്ടുംകുട്ടി അറുക്കപ്പെടുന്നത് പോലെ കാൽവറിയിൽ യേശു അറുക്കപ്പെട്ടു. ആ രക്തത്തിന്റെ അടയാളത്താൽ എനിക്കും നിനക്കും ജയം കിട്ടി. ആ യേശുവിന്റെ രക്തത്താൽ ഞാനും നീയും സൗഖ്യം പ്രാപിച്ചു. പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടി. വചനം പറയും, നിന്റെ പാപം എത്ര കടുചുമപ്പായിരുന്നാലും യേശുവിന്റെ രക്തം നിന്നെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന്. അങ്ങനെ എൻ്റെ പാപത്തെ വെളുപ്പിക്കുവാൻ, എൻ്റെ പാപത്തെ കഴുകിയെടുക്കുവാൻ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകേണ്ടതിന് കർത്താവ് ക്രൂശിതനായി പിതാവിന് പുത്രനോട് അങ്ങനെ ചെയ്യുവാൻ ഇഷ്ടം തോന്നി. എന്തിന്? തൻ്റെ ഓമനക്കുമാരനെ തകർത്തിട്ട് എന്നെയും നിങ്ങളെയും ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കാനായി, നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ്സിലേക്കും ദൈവകൃപയിലേക്കും പിതാവിന്റെ ബന്ധത്തിലേക്കും കൊണ്ടുവന്ന് നമ്മെ പുത്രന്മാരും പുത്രിമാരും ആക്കാൻ വേണ്ടി നമ്മെ യേശുവിന്റെ ക്രൂശീകരണത്താൽ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയും ആ വചനത്തിന്റെ ശക്തി ഇന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഒന്നാമത് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, വിശ്വാസത്തിന്റെ നായകനായ ക്രിസ്തു, പൂർത്തി വരുത്തുന്നതിനായ ക്രിസ്തു തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തുകൊണ്ട്, ആ സന്തോഷം എന്താണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അത് ആ സന്തോഷം ഞാനാണ്, നിങ്ങളാണ്. അങ്ങനെ ആ സന്തോഷം ഓർത്തുകൊണ്ട് താന് അപമാനം ഏൽക്കേണ്ടി വന്നപ്പോൾ അലക്ഷ്യമാക്കി ഇപ്പോൾ ഇന്ന് ചിന്തിക്കുന്നു ക്രൂശിനെ അവൻ സഹിച്ചത്. അപ്പൊ ക്രൂശിനെ സഹിച്ചതിന്റെ ഒന്നാമത്തെ കാര്യം ഈ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ വേണ്ടി, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവകുഞ്ഞാടായി തീരാൻ വേണ്ടി പഴയ നിയമത്തിൽ പുരോഹിതന്മാർ യാഗം കഴിക്കുന്ന ആടിനെ പോലെ, അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് അയച്ചുവിടുന്ന ആടിനെ പോലെ നമ്മുടെ പാപങ്ങളെ അഴിച്ചുവിടാൻ വേണ്ടി, നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കർത്താവിനെ ക്രൂശിൽ കയറ്റി എന്നുള്ള കാര്യം മറക്കരുത്. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാം, യേശു ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ് നമ്മൾ സൗഖ്യം പ്രാപിക്കുന്നത്. യേശു ക്രൂശിൽ മരിക്കുന്നത് കൊണ്ടാണ് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് രോഗസൗഖ്യം ലഭിച്ചത്. യേശു ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യസമാധാനം ലഭിച്ചത്. നാം അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും യേശുവിന്റെ ക്രൂശിൽ നിന്നും ദൈവം നമുക്ക് നൽകിയ ദാനമാണ്. ആ ക്രൂശിന്റെ ശക്തി നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ, ആ ക്രൂശിന്റെ ശക്തിക്കകത്ത് നമ്മെ ഉറപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒന്ന്, ലോകത്തിന്റെ പാപത്തെ ചുമക്കാൻ വേണ്ടിയാണ് യേശു ക്രൂശിൽ കയറിയതെങ്കിൽ, 2 ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം, ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ശാപത്തിൽ നിന്നും വിലയ്ക്കു വാങ്ങുവാനായി യേശു ക്രൂശിൽ കയറി. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോൾ മനുഷ്യൻ ഭൂമിയിൽ ശാപഗ്രസ്തരായി മാറി. ഞാൻ ഓർപ്പിച്ചതുപോലെ ഭൂമിയും മനുഷ്യനും ശാപഗ്രസ്തരായി മാറിയപ്പോൾ ഭൂമിയിൽ മുള്ളും പരക്കാരെയും ഒക്കെ ഉണ്ടായി. എന്നാൽ മനുഷ്യനിൽ മരണവും, മനുഷ്യനിൽ രോഗവും, മനുഷ്യനിൽ കഷ്ടപ്പാടും, മനുഷ്യൻ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നും അകൽച്ചയും സംഭവിച്ചു. എന്നാൽ അത് നിമിത്തം ശാപത്തിലേക്ക് വീണ മനുഷ്യനെ എന്നേക്കും ശാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ദൈവസ്വരൂപമായ ക്രിസ്തുവിന്റെ അടുക്കൽ നമ്മെ കൂട്ടിച്ചേർക്കേണ്ടതിന് യേശു കർത്താവ് തന്റെ ശരീരം ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ യേശു കർത്താവ് ക്രൂശിൽ മരിച്ചതിന് രണ്ടാമത്തെ അർത്ഥം നമ്മുടെ ശാപം മാറ്റാൻ വേണ്ടിയാണ്. നിങ്ങൾ ശാപത്തിന്റെ കീഴിലാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ശാപം നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, നിങ്ങളുടെ പിതാക്കന്മാര് ചെയ്ത, നിങ്ങളുടെ കുടുംബം ചെയ്ത, നിന്റെ അപ്പൻ ചെയ്ത, അപ്പന്റെ അപ്പൻ ചെയ്ത ശാപങ്ങൾ
നാളുകളായി തലമുറകൾ കൈമാറി കുടുംബത്തിനകത്ത് അസ്വസ്ഥതയും ബന്ധനവും പൈശാചികമായ ബന്ധനവുമായി മാറി നിൽക്കുന്നെങ്കിൽ യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ മുട്ടുകുത്തിയാൽ മതി. നിന്റെ സകല പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും അഴിച്ച് നിന്നെ ഫ്രീ ആക്കി നിന്നെ വിടാൻ എൻ്റെ യേശു കർത്താവിന് കഴിയും. അതുകൊണ്ട് യേശു മരത്തിൽ തൂങ്ങിയതുകൊണ്ട്, ആ യേശു ക്രൂശിൽ വഹിച്ചതുകൊണ്ട്, നമ്മുടെ ശാപങ്ങൾ മുഴുവനും യേശുവിന്റെ തോളിൽ വെച്ചതുകൊണ്ട് ഇനി നമുക്ക് ശാപമില്ല പ്രിയരെ. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന, കർത്താവിനെ അറിയുന്ന, മാനസാന്തരപ്പെടുന്ന, സ്നാനപ്പെടുന്ന, അഭിഷേകം പ്രാപിക്കുന്ന, കൂട്ടായ്മ ആചരിക്കുന്ന, അപ്പനുറുക്കൽ അനുഭവിക്കുന്ന, കർത്താവിന്റെ തിരുശരീരവും കർത്താവിന്റെ രക്തവും ഭക്ഷിക്കുന്ന നമുക്ക് ഇനിയും ശാപമില്ല എന്നുള്ള കാര്യം കൂടെ ഈ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. കാരണം നമുക്ക് ശാപം ഒരിക്കൽ ഉണ്ടായിരുന്നു, നമ്മളൊരിക്കൽ ശാപത്തിന്റെ കീഴിലായിരുന്നു. പക്ഷെ ക്രിസ്തുവിന്റെ മരണത്താൽ യേശു ക്രൂശിൽ കയറിയതിനാൽ നമ്മൾ ഇന്ന് ശാപഗ്രസ്തരല്ല. ശാപം മാറി വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ്. ശാപം മാറി നിത്യതേജസ് പ്രാപിച്ചവരാണ്. ആ നിത്യതേജസ്സിനകത്ത് നമ്മൾ ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് നിത്യതയുണ്ട്. അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നമ്മുടെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. പാപം ചെയ്ത് നഷ്ടപ്പെടുമായിരിക്കാം, പക്ഷെ നീ നിത്യരക്ഷയ്ക്കകത്തായിരിക്കുന്നെങ്കിൽ, കർത്താവിന്റെ ശക്തിക്കകത്ത് കൃപയ്ക്കകത്ത് നിൽക്കുന്ന യേശു നിന്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഇനി ശാപത്തിന്റെ കീഴിലല്ല. ഇനി ശാപം പൊട്ടിക്കേണ്ടതോ ശാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ യേശുവിന്റെ രക്തം നിങ്ങളെ തളിക്കുകയും ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട്, യേശുവിന്റെ ക്രൂശ് മരണത്താൽ നമ്മുടെ ശാപം മുഴുവനും പൊട്ടിപ്പോയതിനാൽ നാം ഇപ്പോൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ സ്വതന്ത്രരായിരിക്കുക. അതുകൊണ്ട് നമ്മൾ ശാപത്തെ പേടിക്കേണ്ട. ശാപം നമ്മളെ തൊടുകയില്ല. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത്, അല്ലെങ്കിൽ ക്രൂശ് സഹിച്ചത്, ഒന്ന് ലോകത്തിന്റെ പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാൻ, രണ്ട് നമ്മളെ ശാപത്തിൽ നിന്നും വീണ്ടെടുക്കാനാണ് നമ്മെ കർത്താവ് എന്ത് ചെയ്തത്? ഈ കാൽവറി ക്രൂശിൽ കയറി രക്ഷിച്ചത്. മൂന്നാമതൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എബ്രായ ലേഖനം അതിന്റെ 2-ാം അധ്യായം 10-ാം വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: തന്റെ പുത്രന്മാരെ തേജസ്സിൽ നടത്താൻ വേണ്ടി യേശു ക്രൂശിൽ കയറി. ഞാൻ പറയുന്ന വാക്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് വായിക്കണം. ആമേൻ. വാക്യം കൂടെ വായിക്കാൻ പോയാൽ ഈ മെസ്സേജ് ഒത്തിരി നീണ്ടുപോകും. അതുകൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആമേൻ 10-20 മിനിറ്റും 25 മിനിറ്റും കൊണ്ട് പറഞ്ഞു തീർക്കാനാണ് ഓരോ ദിവസവും ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ ബൈബിൾ തുറന്ന് ദൈവദാസൻ പറയുന്ന വാക്യങ്ങൾ സത്യമാണോ എന്ന് നിങ്ങൾ വായിക്കണം. അപ്പം ഒന്നാമത് പാപത്തിൽ നിന്നും, ലോകത്തിന്റെ പാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കാനാണ് യേശു ക്രൂശിൽ കയറിയതെങ്കിൽ, രണ്ടാമത് ശാപത്തിൽ നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞു. മൂന്നാമത് പറയുക, മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കാൻ വേണ്ടിയാ യേശു ക്രൂശിൽ കയറിയത്. കേവലം ഒരു പാപമോചനം അല്ല ഇവിടെ കർത്താവ് ചെയ്യുന്നത്. പകരം മനുഷ്യരെ ദൈവത്തിന്റെ മക്കളായി ദത്തെടുക്കാനാണ് യേശു ക്രൂശിൽ കയറിയത്. എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് ക്രൂശിക്കപ്പെട്ടു എന്നല്ല. ദൈവത്തിന്റെ മക്കളെ, അതായത് ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച മക്കൾ, അവന്റെ പരമ്പരാഗകൾ, ആമെ ദൈവത്തിൽ നിന്ന് അകന്നു മാറി ദൈവമില്ലാത്തവരായി കണ്ട കല്ലും മണ്ണും അക്ഷര പ്രതിഷ്ഠകളെയും ബിംബങ്ങളെയും മെഴുകുതിരിയെയും സ്റ്റാൻഡിനെയും ആമെ പ്രതിമകളെയും ഒക്കെ ആരാധിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ദൈവത്തിന് കൊടുക്കാതെ കല്ലിനും മണ്ണിനും കൊടുത്തു നിൽക്കുമ്പോൾ അവരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. അവരെ ദൈവത്തിങ്കിലേക്ക് എങ്ങനെയാ കൊണ്ടുവരുന്നത്? എബ്രായ ലേഖനം 2:10 പറയുകയാണ്, പുത്രന്മാരെ തേജസ്സിൽ നടത്താൻ. അപ്പോ ദൈവത്തിങ്കിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറുന്നു, ദൈവത്തിന്റെ പുത്രന്മാരായി മാറുന്നു, നമ്മുടെ ദൈവത്തിന്റെ പ്രിയ മക്കളായി മാറുന്നു. അപ്പൊ നമ്മളെ ദൈവത്തിന്റെ പ്രിയ മക്കളാക്കി, നമ്മളെ ദൈവത്തിന്റെ പുത്രന്മാരാക്കി, പുത്രിമാരാക്കി ആ തേജസ്സിൽ നമ്മെ നയിക്കാൻ, ആ നിത്യതയിൽ ദൈവത്തോട് കൂടെ നമ്മെ കൊണ്ടിരുത്താൻ, നഷ്ടപ്പെട്ടുപോയ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ, ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ വീണ്ടും നമ്മൾ തുടരാൻ ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ക്രൂശിൽ കയറി. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഈ സന്ദേശം ഇങ്ങനെ പറയുകയാണ്. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത് രോഗം മാറുന്നതോ മുഴ മാറുന്നതോ പൈസ കിട്ടുന്ന കാര്യമൊന്നും അല്ല, നിങ്ങളെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ്. യേശുവിനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ യേശു എന്തിനാ ക്രൂശിൽ കയറിയ? എബ്രായ ലേഖനം 12:2 അവൻ ക്രൂശ് സഹിച്ചെങ്കിൽ, എന്തിനാണ് ക്രൂശ് സഹിച്ചത്? പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, ദൈവത്തിന്റെ പുത്രന്മാരായി പുത്രിമാരായി നമ്മെ തീർക്കാൻ.
ഈ ഒരു ഭാഗ്യപദവിയിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. എത്ര പേർ ആഗ്രഹിക്കുന്ന യേശുവിന്റെ ഒരു പുത്രനായി തീരണം, ഒരു പുത്രിയായി എനിക്ക് തീരണമെന്ന്? എത്ര പേർ ആഗ്രഹിക്കുന്നു എൻ്റെ പാപത്തിൽ നിന്ന് എനിക്കൊരു വീണ്ടെടുപ്പ് ഉണ്ടാകണമെന്ന്? എത്ര പേർ ആഗ്രഹിക്കുന്നു ഈ ശാപത്തിൽ നിന്ന് എനിക്കൊരു ജയം ഉണ്ടാകണമെന്ന്? എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്ക് സ്വസ്ഥമായ സമാധാനമായ ഒരു ജീവിതം നയിക്കണമെന്ന്? യേശുവിൻ്റെ കൂടെ വസിക്കണമെന്ന്, യേശുവിൽ വസിക്കണമെന്ന്, യേശുവിൻ്റെ ഉള്ളിൽ വരണമെന്ന്, യേശുവിൻ്റെ പുത്രനായി ഞാൻ ജീവിക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ലോകമെമ്പാടും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാ, യേശുവില്ലെങ്കിൽ നമ്മുടെ ജീവിതം വട്ടപൂജ്യമാ. യേശുവില്ലെങ്കിൽ നമ്മുടെ ജീവിതം അമ്പേ പരാജയമാ. എന്നാൽ യേശു നമ്മുടെ പരാജയത്തെ മാറ്റാൻ, യേശു നമ്മുടെ ശാപത്തെ മാറ്റാൻ, യേശു നമ്മുടെ ബന്ധനത്തെ അഴിക്കാൻ ക്രൂശിൽ കയറിയിട്ടുണ്ട്. ആ ക്രൂശ് മരണത്താൽ നമുക്ക് മക്കളെന്ന പദവി ലഭിച്ചിട്ടുണ്ട്. ആ സന്തോഷം അനുഭവിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച ഈ സന്ദേശത്തിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസം കർത്താവ് അപമാനം അലക്ഷ്യമാക്കി എന്ന് ഞങ്ങളെ കേൾപ്പിച്ചു. ഇന്ന് കർത്താവ് ക്രൂശിൽ കയറിയത് എന്തിനാണ് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചു. കർത്താവെ, ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുന്ന, ഇത്രത്തോളം ഞങ്ങളെ കരുതുന്ന, ഇത്രത്തോളം ഞങ്ങൾക്ക് വേണ്ടി ആമേൻ വഴികൾ തുറക്കുന്ന, ഞങ്ങളെ ഒരു പുത്രനാക്കാൻ, പുത്രിയാക്കാൻ അങ്ങയ്ക്ക് മനസ്സ് തോന്നി. ഞങ്ങളുടെ ശാപത്തെയും രോഗത്തെയും നീക്കാൻ അങ്ങ് ക്രൂശിൽ കയറിയല്ലോ, ക്രൂശിൽ മരിച്ചല്ലോ, ക്രൂശിൽ കിടന്ന് പിടഞ്ഞല്ലോ, അവിടുന്ന് സ്വന്തം തോളോട് തോള് ചായിച്ച് മരിച്ചല്ലോ. കർത്താവെ, ക്രൂശിനെ ജയിച്ച് ഞങ്ങൾക്ക് ജയം തന്ന കർത്താവിന്റെ കരങ്ങളിൽ ഈ ജനത്തെ ഞാൻ ഏൽപ്പിക്കുന്നു. ഇവർ രോഗം മാറട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. പകരം ക്രിസ്തു അവരുടെ ഉള്ളിൽ വരട്ടെ, ക്രിസ്തുവിനോട് കൂടെ ജീവിക്കട്ടെ. ക്രിസ്തുവിന്റെ പുത്രന്മാരായി തേജസ്സിൽ നടക്കേണ്ടതിന് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവേ, ഞങ്ങൾ കേവലം ഒരു മനുഷ്യരല്ല, ദൈവത്തിന്റെ പുത്രന്മാരാണ്, പുത്രിമാരാണ്. ആ തേജസ്സിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ, ആ നിത്യത ഞങ്ങൾക്ക് ജീവിക്കാൻ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കയറിയതിനായി നന്ദി കർത്താവേ. അവിടുത്തെ ക്രൂശ് മരണത്തിന് നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച സകല പങ്കപ്പാടുകൾക്ക് നന്ദി പറയുന്നു. ആ സഹനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ, അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ മുറ്റുമായി ഏൽപ്പിക്കുന്നു, ഈ ജനത്തെ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, കൈക്ക് പിടിച്ചോണേ, ഒരിക്കലും ക്ഷീണിച്ചു പോകല്ലേ. 2026 സകല അനുഗ്രഹങ്ങളും ഈ സന്ദേശം കേട്ട ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഓരോ ദിവസവും നിരന്തരം ആമേ കർത്താവേ, ഈ മെസ്സേജുകൾ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവിന്റെ ക്രൂശിന്റെ ശക്തി കൊണ്ട് ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവ് ക്ഷമിക്കണമേ, ഞങ്ങളുടെ ബലഹീനത ക്ഷമിക്കണമേ, രക്തത്തിൽ ഞങ്ങളെ മറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു മരിച്ചത് എന്തിനാ മനസ്സിലായല്ലോ? തീർച്ചയായും ഈ മെസ്സേജ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഞങ്ങൾക്ക് എഴുതുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.